സർക്കാർ GST നിരക്കുകളിൽ വരുത്തിയ ഇളവുകൾ സാധാരണക്കാരിലേക്ക് എത്തിയെന്ന് കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് കാർഡ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ, ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവർ സംയുക്തമായി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് GST ഇളവുകൾ മൂലം പൗരന്മാർക്കുണ്ടായ നേട്ടങ്ങൾ വിശദീകരിച്ചത്. കമ്പോളങ്ങളിലുണ്ടായ വിലക്കുറവ് വാഹനങ്ങളുടെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വൻ വിൽപ്പനയ്ക്ക് കാരണമായെന്ന് മന്ത്രിമാർ പറഞ്ഞു. GST നിരക്കിൽ ഇളവ് പ്രഖ്യാപിച്ചതിനു പിന്നാലെ നവരാത്രിയുടെ ആദ്യ 8 ദിവസങ്ങളിൽ മാരുതി സുസുക്കി 1.65 ലക്ഷം കാറുകൾ വിറ്റെന്നും മഹീന്ദ്രയുടെ വിൽപ്പന 7% വർദ്ധിച്ചെന്നും ടാറ്റ മോട്ടോഴ്സ് 1.5 ലക്ഷം കാറെങ്കിലും വിറ്റെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. വിലക്കയറ്റത്തിന് പകരം ഭക്ഷണ സാധനങ്ങളുടെ വില കുറയുന്ന അവസ്ഥയിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നതെന്നും മന്ത്രിമാർ ചൂണ്ടിക്കാട്ടി. ഇലക്ട്രോണിക്സിലാകട്ടെ കഴിഞ്ഞ വർഷത്തെ നവരാത്രിയെ അപേക്ഷിച്ച് 20 മുതൽ 25% വരെ വിൽപ്പനാ വർധനയുണ്ടായെന്നും അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി. GST ഇളവുകൾ മൂലം 20 ലക്ഷം കോടി രൂപയുടെ അധിക ഇലക്ട്രോണിക്സ് ഉപഭോഗവും ഈ വർഷം ഉണ്ടാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നതെന്നും ഇലക്ട്രോണിക്സ് മന്ത്രി പറഞ്ഞു. നിരക്കിളവുകൾ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടും നിരക്ക് കുറയ്ക്കാത്തതിന്റെ പേരിൽ വ്യാപാരികൾക്കെതിരെ ഇതുവരെ 3169 പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും നിരക്കിളവ് പാലിക്കാത്ത വ്യാപാരികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു.